ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ 30 വർഷമാണ് അല്ലാഹുവിനെ നിരന്തരമായി ആരാധിച്ചത്. 30 വർഷം ആരാധിക്കുമ്പോ അങ്ങനെ ഒരു പതിവുണ്ടവിടെ. 30 വർഷം ഒരാൾ ആരാധിച്ചാൽ അവരുടെ തലയുടെ മുകളിൽ ഒരു മേഘം, കാർമേഘം വരാറുണ്ട്. അങ്ങനെ ഒരു പതിവ് അവിടെ സംഭവിക്കാറുണ്ട്. അങ്ങനെ 30 വർഷം തുടർച്ചയായി ആരാധിച്ച ചെറുപ്പക്കാരന് കാർമേഘം വരാതിരിക്കുമ്പോഴാണ് ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഉമ്മ, 30 വർഷമായി ഞാൻ ഇബാദത്ത് ചെയ്തു, 30 വർഷമായി ഞാൻ അമൽ ചെയ്തു, എന്നിട്ട് കാർമേഘം എന്റെ മുകളിലേക്ക്, എന്റെ തലയുടെ മുകളിലേക്ക് നിഴലായി വരുന്നില്ലല്ലോ. അപ്പോഴാണ് ഉമ്മ ചോദിക്കുന്നത്, നിന്റെ ഈ 30 വർഷത്തിന്റെ ഇടയിൽ വല്ല ന്യൂനതയും നിന്റെ ഇബാദത്തിൽ വന്നു പോയിട്ടുണ്ടോ? മകൻ പറഞ്ഞു, ഉമ്മ, ഇല്ല ഉമ്മ, എനിക്കൊരു ന്യൂനതയും വന്നതായി ഞാൻ ഓർക്കുന്നില്ല. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഈ 30 വർഷത്തിന്റെ ഇടയിൽ നീ എപ്പോഴെങ്കിലും ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ലഅല്ലക നദർത മറതൻ ഇലസ്സമാ, ആകാശത്തേക്ക് എപ്പോഴെങ്കിലും ഒരു തവണ നീ നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് ആകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നീ പോയിട്ടുണ്ടോ? ആരാണ് സൃഷ്ടിച്ചത്? പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, പടച്ച റബ്ബിന്റെ കഴിവിനെ കുറിച്ച് ആകാശം നോക്കി എന്നെങ്കിലും നീ ചിന്തിക്കാതെ പോയിട്ടുണ്ടോ എന്ന് ഉമ്മ ചോദിക്കുമ്പോഴാണ് കുട്ടി പറയുന്നത്, അതേ ഉമ്മ, അതേ ഉമ്മ, ഒരുപാട് തവണ ഞാൻ ആകാശങ്ങൾ നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിന്റെ സൃഷ്ടാവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, നിന്റെ 30 വർഷത്തെ ഇബാദത്തിൽ വന്ന പാളിച്ചകളിൽ ഇതൊന്നാണ്. ആകാശം നോക്കി അതിന്റെ സൃഷ്ടാവിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുന്നത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ പഠിക്കാനുള്ള പാഠമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ച പടച്ച റബ്ബിന്റെ ഓരോ സൃഷ്ടിപ്പിലും ചിന്തിക്കുന്ന ആളുകൾക്ക് അത്ഭുതമുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള പാഠമുണ്ട്. الذين يذكرون الله قياما وقعودا, നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും അതേപോലെ ഇരുന്നുകൊണ്ടും അല്ലാഹുവിനെ ആരാധിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, വെറും നിസ്കരിച്ചാൽ പോരാ, വെറും നോമ്പ് നോറ്റാൽ പോരാ, വെറും വാളുകൾ കേട്ടാൽ പോരാ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചും അവർ ചിന്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, റബ്ബന, അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതിലൻ ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, അല്ലാഹു ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചതല്ല. നേരത്തെ പറഞ്ഞു, 2 കടലിടുക്കിന്റെ ഇടയിൽ വന്ന അദൃശ്യമായ ആ ഒരു തടസ്സം അല്ലാഹു സൃഷ്ടിച്ചത് വെറുതെയാണോ? അല്ല. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹു ഇവിടെ എന്ത് സൃഷ്ടിച്ചാലും അതിന്റെ പിന്നിലൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. മുഅ്മിനീങ്ങൾക്ക് പല ആളുകൾക്കും ഹിദായത്ത് ലഭിക്കാൻ അത് കാരണമാകുന്നുണ്ട്. അല്ലാഹുവിനോട് നമ്മൾ പറയണം, മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ, നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ എന്ന് എല്ലാവരും ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആകാശം കാണുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമുദ്രം കാണുമ്പോൾ ഇതാരാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ ഭൂമിയിലുള്ള സകലമായ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് സൃഷ്ടിച്ച പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിന്റെ കഴിവപാരം തന്നെ എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ആലോചിക്കുന്ന ആളുകൾക്ക് ലോകത്തു നിന്ന് പാഠം ലഭിക്കുകയുള്ളൂ. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളുടെ വിശദ വിവരം ലഭിക്കുകയുള്ളൂ. ഏത് വിഷയമാണെങ്കിലും സ്കൂളിൽ പഠിക്കുകയാണ്,
അപ്പോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ചിന്തിക്കാതെ ആലോചിക്കാതെ അങ്ങോട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു ഫാൾട്ട് വരും, ഒന്ന് ആലോചിക്കുക. ആലോചിച്ച് അതിന്റെ വിശദവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് പാഠത്തിൽ തെറ്റുണ്ടാവൂല. ആലോചിക്കുന്ന ആളുകൾക്ക് ഒരു ന്യൂനത, ഒരു കുറവുകൾ വരികയില്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ആലോചിക്കുന്ന ആളുകൾക്കും അവരുടെ ഇബാദത്തിലോ അവരുടെ ജീവിതത്തിലോ പാളിച്ചകൾ വരില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലാ ഇബാദത കത്തഫക്കുരി, ചിന്തിക്കുന്നത് പോലെ ആലോചിക്കുന്നത് പോലെ ഒരു ഇബാദത്തേ ഇല്ല. ഇബാദത്തിൽ ഏറ്റവും പവിത്രമായത് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണിട്ടിരിക്കുന്നു എല്ലാവരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أسألك الجنة وأعوذ بك من النار. മൂന്നോട്ടം أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഇബാദത കത്തഫക്കുരി, ചിന്തിക്കുന്നത് പോലെ ഒരു ആരാധനയേ ഇല്ല. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈല, ഒരു മണിക്കൂർ ചിന്തിക്കലാണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളൊക്കെ പുണ്യം. ഒരു മണിക്കൂർ ചിന്തിക്കുന്നത് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളൊക്കെ പുണ്യമാണ്. നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ആരാണ് അല്ലാഹു എന്ന്? അല്ലാഹുവിന്റെ കഴിവ്, അല്ലാഹു നമ്മൾക്ക് നൽകിയ നിഅമത്ത്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? തഫക്കുറു സഅ, ഒരു മണിക്കൂർ ചിന്തിക്കൽ ഖൈറും മിൻ ഖിയാമി ലൈല, ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, അൽ ഫിക്റതു നൂറുൻ യദ്ഖുലു ഖൽബക, ആലോചന എന്നാൽ, ചിന്ത എന്നാൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം ലഭിക്കാൻ കാരണമാകും. ചിന്തിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ പ്രകാശമുണ്ടാകുമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന, 60 വർഷം അമൽ ചെയ്യുന്നതിനേക്കാളൊക്കെ പുണ്യം ഒരു മണിക്കൂർ പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ആലോചിക്കണം, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കലാണ് 60 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളൊക്കെ പുണ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ നമ്മോട് പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ ബീവിയെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു സാമീപ്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ അത്ഭുതങ്ങളൊന്ന് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് താങ്കൾ കണ്ട അത്ഭുതങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോഴാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം മുഴുവനും അത്ഭുതമാണ്. നബി തങ്ങളുടെ ജീവിതം മുഴുവനും അത്ഭുതമാണ്. എല്ലാം അത്ഭുതം തന്നെ, എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ആയിഷ ബിവി പറഞ്ഞത്, ഒരു ദിവസം രാത്രി അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് വന്നു. രണ്ടുപേരും ഞങ്ങൾ ഒന്നിച്ചിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ. അങ്ങനെ നിസ്കാരത്തിൽ കൈകെട്ടുകയാണ്. ഒന്നാമത്തെ റക്അത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞു കരയാൻ തുടങ്ങി. അദ്ദേഹത്തെ റസൂലുള്ളാഹി തങ്ങളുടെ താടിരോമങ്ങൾ മുഴുവനും നനയാൻ തുടങ്ങി, വസ്ത്രങ്ങൾ നനയാൻ തുടങ്ങി. എന്നിട്ട് സുജൂദിൽ പോയി, സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. സുജൂദ് ചെയ്യുന്ന സ്ഥലവും ആകെ നനഞ്ഞു പോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിസര ബോധമില്ല,
കരഞ്ഞു കരഞ്ഞു കരഞ്ഞു, ശരീരം മുഴുവനും നനഞ്ഞു, അവിടെ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളും നനഞ്ഞു. എന്നിട്ട് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരത്തിലാണ്. ബിലാൽ തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ കരയുകയാണോ നബിയെ? എന്തിനാണ് കരയുന്നത്? അങ്ങയുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നബിയെ താങ്കൾ കരയുന്നത്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൈഹക യാ ബിലാൽ, ബിലാലേ, എങ്ങനെയാണ് ഞാൻ കരയാതിരിക്കുക? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശലോകങ്ങളിൽ നിന്ന് ഒരു ആയത്ത് എന്നിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. പരിശുദ്ധമായ ഈ ഒരു ആയത്ത് ഇറക്കി തന്നുകൊണ്ട് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്ത് ഓതി ചിന്തിക്കാത്ത ആളുകൾ അവർക്ക് നാശമാണ്. ഈ ആയത്ത് ഓതുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന സകലമായ ആളുകൾക്കും നാശമാണെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ ഒരു ഖത്തം തീർക്കുന്ന ആളുകൾ, 2 ഖത്തം തീർക്കുന്ന ആളുകൾ, 3 ഖത്തം തീർക്കുന്ന ആളുകൾ, ഇതുവരെ എത്രത്തോളം നമ്മൾ ഖുർആനിന്റെ ആയത്ത് ഓതി തീർത്തു? ഈ ഒരു ആയത്ത് എത്ര തവണ നമ്മൾ ആവർത്തിക്കുകയുണ്ടായി എന്നെങ്കിലും നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബ്, രാത്രിയെയും പകലിനെയും മാറി മറിച്ചു കൊണ്ടുവരുന്ന റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ അടുത്ത ആയത്ത് ഓതിക്കഴിഞ്ഞാൽ വൈലുൽ ലിമൻ ഖറഅഹാ, അത് ഓതുന്ന ആളുകൾക്ക് നാശമാണ്. അത് ഓതുന്ന ആളുകളുടെ കാര്യം, ചിന്തിക്കാതെ ഓതുന്ന ആളുകളുടെ കാര്യം കഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആലോചിക്കാതെ ചിന്തിക്കാതെ ഓതല്ലേ. ഇങ്ങനൊരു ആയത്ത് നമ്മുടെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഒന്ന് ഓതിപ്പോകുമ്പോ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനൊന്ന് സമയമെടുക്കണേ. ഒരു 5 മിനിറ്റ്. അല്ലാഹുവാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് ആരോഗ്യം തന്നത്, അല്ലാഹുവാണ് കഴിവ് തന്നത്, അല്ലാഹുവാണ് സകലമാന ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് എന്ന് പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോകരുത്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.